PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. കനത്ത മഴ. സംസ്ഥാനത്തെ കാട്ടാന കണക്കെടുപ്പ് പ്രതിസന്ധിയിൽ. കണക്കെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യം. കേരളത്തിലെ കാട്ടാനകളുടെ കണക്കെടുപ്പ് പ്രതികൂല കാലാവസ്ഥ മൂലം പ്രതിസന്ധിയിലായി. കണക്കെടുപ്പ് താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച മുതലാണ് കണക്കെടുപ്പ് ആരംഭിച്ചത്. 3 ദിവസത്തെ കണക്കെടുപ്പ് 25 വരെ നീളും. മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. കാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാനത്തെ പല വനമേഖലകളും ഉരുൾപൊട്ടൽ തീവ്രമേഖലകളാണ്. മഴ മൂലം കണക്കെടുപ്പ് ദുഷ്കരമായിരിക്കുകയാണ്. ഉൾക്കാട്ടിൽ തമ്പടിച്ചിട്ടുള്ള കണക്കെടുപ്പ് ഏറെ അപകടകരമാണ്. മലവെള്ളപ്പാച്ചിൽ മൂലം പുഴകൾ കടക്കാനാവാത്ത സ്ഥിതിയുമുണ്ട്. മൊബൈൽ ഫോണിൽ കയറ്റിയ ആപ്ലിക്കേഷൻ വഴിയാണ് എണ്ണവും മറ്റും രേഖപ്പെടുത്തുന്നത്. മഴ മൂലം പലയിടങ്ങളിലും റേഞ്ചും GPS കിട്ടാത്ത അവസ്ഥയുമുണ്ട്. മഴ മൂലം ഫോൺ ഉപയോഗിക്കാനും കഴിയുന്നില്ല. ഉൾക്കാട്ടിൽ കയറിയ ജീവനക്കാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ആശ്രയം ഫോണുകളാണ്. വ്യാഴാഴ്ച കണക്കെടുപ്പിനിറങ്ങിയ പലരുടെയും മൊബൈൽ ഫോൺ മഴയിൽ നനഞ്ഞ് ഉപയോഗശൂന്യമായി. ഉൾക്കാട്ടിലെ ചോലകളിൽ വരെ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. 2ാം ദിവസം ആനപ്പിണ്ടവും കാലടിപ്പാടുകളും നോക്കിയാണ് കണക്കെടുപ്പ് നടത്തേണ്ടത്. ശക്തമായ മഴയിൽ ഇവ രണ്ടും നോക്കിയുള്ള കണക്കെടുപ്പ് സാധ്യമാവില്ല. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചാണ് കണക്കെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാന അതിർത്തികളിൽ ശരിയായ രീതിയിൽ കണക്കെടുപ്പ് സാധ്യമാവാതെ വന്നാൽ ഇത് ദക്ഷിണേന്ത്യയിലെ ആനകളുടെ എണ്ണത്തിൽ പിഴവ് വരും. ഡിവിഷൻ തലങ്ങളിൽ ബ്ലോക്കുകൾ തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളത്തിൽ 610 ബ്ലോക്കുകളാണുള്ളത്. ചില ഇടങ്ങളിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും 25 കിലോമീറ്ററിലധികം വിദൂരം ഉൾവനത്തിലെത്തി കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള സംഘങ്ങൾ ബുധനാഴ്ച തന്നെ ഉൾക്കാട് കയറിയിട്ടുണ്ട്. ദൂരക്കാട് കയറിയ സംഘങ്ങൾക്ക് 2 രാത്രി കാട്ടിൽ തന്നെ തങ്ങേണ്ടി വരും. ടെന്റുകൾ കെട്ടാനുള്ളവ നൽകിയിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾ നനയാതെ സൂക്ഷിക്കാനുമാകുന്നില്ല. കണക്കെടുക്കാനുള്ള ഉപകരണങ്ങളുമായി ശക്തമായ മഴയിൽ കുന്നും മലയും പാറക്കെട്ടുകളും കയറുക ദുഷ്കരമാണ്. പ്രതികൂല കാലാവസ്ഥ കാരണം പല ബ്ലോക്കുകൾക്കും വ്യാഴാഴ്ച ശരിയായ രീതിയിൽ കണക്കെടുക്കാനായിട്ടില്ല. ഒരു ബ്ലോക്കിന് 5 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളിൽ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാട്ടാനകളെ നേരിട്ട് കാണാൻ പോകുന്ന സംഘാംഗങ്ങൾക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.